ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും അപ്രതീക്ഷിതമായിട്ട് നമ്മൾ അന്നേ വരെ ജീവിച്ച ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില പ്രതിസന്ധികൾ നേരിടാം. ഞാനൊക്കെ അങ്ങനെ പ്രതിസന്ധികൾ നേരിട്ട ഒരു വ്യക്തിയാണ്. ബാല്യത്തിലും കൗമാരത്തിലൊന്നും എന്നിലെ പെൺകുട്ടിക്ക് തൻ്റെ ഇടത്തോടെ വളരാനുള്ള വളമൊന്നും കിട്ടിയിരുന്നില്ല. ഭയഭക്തി ബഹുമാനം ഒരു പെൺകുട്ടിയിൽ വേണ്ടത് അത്രയുമാണ്. ഭയഭക്തി ബഹുമാനം. അതിനപ്പുറം തൻ്റെ ഇടത്തോടെ വളരാനുള്ള ഒരു വളം എനിക്ക് എന്നിലെ വ്യക്തിക്ക് കിട്ടിയിട്ടേ ഇല്ല. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ എനിക്ക് ജീവിതത്തോട് വല്ലാത്തൊരു കൊതിയായി. എനിക്ക് തോൽക്കാൻ മനസ്സിലായിരുന്നു, മരിക്കാൻ താല്പര്യവുമില്ലായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് പ്രപഞ്ചം നമ്മൾ ഏറ്റവും ശക്തമായിട്ട് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് എത്തിക്കുമെന്ന് പറയുന്ന ആ ഒരു വിശ്വാസത്തെ എനിക്ക് അനുഭവയോഗ്യമാക്കി തീർത്തത്. കാരണം എന്നിലൊരു തൊട്ടാവാടി മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ പോലും വിചാരിച്ചത്. ഇപ്പോഴങ്ങനെയല്ല. ഒരു സൈഡിൽ ഞാനൊരു തൊട്ടാവാടിയാണ്. പക്ഷേ തൊട്ടാവാടി എങ്ങനെയാണ്? തൊട്ട് കഴിഞ്ഞ് വാടിയാലും കുറച്ച് കഴിയുമ്പോൾ അത് മാറി വരുമല്ലോ അതിൻ്റെ അവസ്ഥ. അത്രയേ ഉള്ളൂ. നമ്മൾക്ക് മുന്നോട്ട് വരണമെന്ന് വിചാരിച്ചാൽ നിരാശയുണ്ട്, സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്. ഒരുപാട് സെൻസിറ്റീവായിട്ടുള്ളൊരു ഹ്യൂമനാണ്. പക്ഷേ എനിക്ക് ജയിച്ചേ പറ്റൂ, ഞാൻ ജീവിക്കും എന്നൊരു ചിന്ത ഉള്ളിലുള്ളതുകൊണ്ടാണ് ഓരോ വട്ടം വീഴുമ്പോഴും ഞാൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ കണ്ണിലൊരു പക്ഷേ ഞാനൊരു വിജയിയായിരിക്കത്തില്ല. പക്ഷേ എനിക്ക് സമാധാനം വളരെയേറെയാണ്. കാരണം ഞാൻ എവിടെ നിന്നാണ് ഉയർത്തെഴുന്നേറ്റത് എന്നത് എനിക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. അങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ സ്വയം പറയുന്നു, വെൽ ഡൺ മൈ ഗേൾ.